അതെങ്ങനെയാണ് ക്ലോസ് ചാപ്റ്റർ ആവുന്നത്? അദ്ദേഹം ഇപ്പോഴും MLA തുടരുകയില്ലേ? ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം, ചെറിയ ആരോപണമല്ലല്ലോ, ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തി MLA ആയിട്ട് തുടരുമ്പോൾ അദ്ദേഹം ഈ ക്ലോസ് ചാപ്റ്റർ എങ്ങനെയാണ് ആവുന്നത്? VD സതീശന്റെ ക്ലോസ് ചാപ്റ്റർ ആയിരിക്കാം, കേരളത്തിലെ ജനങ്ങൾക്ക് അത് ക്ലോസ് ചാപ്റ്റർ അല്ല. പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാൻ ഇനി എന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല. നേരത്തെയും വന്ന പരാതികളാണ്. അത് കോടതിയിൽ പോലീസ് പരാതി കൊടുത്തു. നമുക്കൊരു പരാതി കിട്ടുമ്പോൾ നേരത്തെ വന്നിട്ടുള്ള പരാതിയാണ്. ആ പരാതി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം പൂർത്തിയാക്കാനാണല്ലോ കാത്തിരിക്കുക. അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ വന്നു. കോടതി വിചാരണ പൂർത്തിയാക്കി ആ പരാതി തള്ളിക്കളഞ്ഞു. തെളിവില്ലാതെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പിന്നെ മിനിയാന്ന് രാത്രിയാണ് ഒരു പരാതി വീണ്ടും വരുന്നത്. സെയിം പരാതി, ഒരു വ്യത്യാസമില്ല. ആ പരാതി വരുന്നു. ഇന്നലെ രാത്രി ഒരു പരാതി വരുന്നു. ഇന്ന് രാവിലെ പത്രത്തിലും മീഡിയയിലും വരുന്നു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അത് കോടതി വിചാരണ പൂർത്തിയാക്കി തള്ളിക്കളഞ്ഞൊരു കേസ് വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുകയാണ്. അതിന്റെ പുറകിൽ എന്താണ് മോട്ടീവ് എന്ന് എല്ലാവർക്കും അറിയാം.